തൈപ്പറമ്പിൽ അശോകൻ ഒരു അനിയത്തിയേ ഉള്ളൂ. എപ്പോഴും അശോകനെ സപ്പോർട്ട് ചെയ്യുന്ന അനിയത്തി ഇതാ ഇപ്പം പറഞ്ഞപ്പോഴാണ് ഓർത്തത്. ആ അനിയത്തി ഇവിടെ നിൽപ്പുണ്ട്. നമുക്ക് ക്ഷണിക്കാം ബീന ആന്റണി. തീർച്ചയായിട്ടും. വെൽക്കം ടു ലാൽ സലാം ഷോ. ഞങ്ങൾ യോദ്ധ എന്ന സിനിമയുടെ വിശേഷങ്ങൾ പറയുകയായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും യോദ്ധ എന്ന സിനിമയിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു വേഷമാണ് ബീന ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും അശോകനെ എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്തതാണ്. തീർച്ചയായിട്ടും. അത് മാത്രമല്ല, ഞാൻ തുടക്കക്കാരിയായിരുന്നു അന്ന്. ഒന്നും എന്താ പറയുക, ഞാൻ 91 ലാസ്റ്റിലൊക്കെയാണ് വന്നത്. അതിനുശേഷം എനിക്ക് കിട്ടിയ വലിയൊരു എന്താ പറയുക മഹാഭാഗ്യമായിരുന്നു ലാലേട്ടൻ്റെ സിസ്റ്ററായിട്ട് അതിൽ അഭിനയിക്കാൻ വിളിച്ചത് തന്നെ. ശരിക്കും പറഞ്ഞാൽ അഭിനയം എന്താണെന്നോ അല്ലെങ്കിൽ എന്താണ് ഒരു ഫിലിം ലൊക്കേഷൻ്റെ ആ ഒരു ഇതൊന്നും അറിയാതെ എന്താ പറയുക ഇങ്ങനെ പേടിച്ച് നിന്ന ഒരു ലൊക്കേഷനായിരുന്നു. പക്ഷേ ലാലേട്ടനും സാറൊക്കെ പിന്നെ ചേച്ചി ഉണ്ടായിരുന്നു കൂടെ, ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഞാൻ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഒരു സീനിൽ ലാലേട്ടൻ എൻ്റെ അടുത്ത് സാറ് പറഞ്ഞു, ലാലേട്ടൻ്റെ വളരെ പ്രിയപ്പെട്ട അനുജത്തിയാണ് അപ്പോൾ അശോകേട്ടൻ്റെ. അപ്പോൾ സീൻസിലൊക്കെ ആ ഒരു ഇൻറ്റിമസി കാണണം. അപ്പോൾ എനിക്ക് സത്യത്തിൽ ഭയങ്കര ലാലേട്ടൻ ഭക്ഷണം കഴിക്കുന്ന ഒരു സീൻ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിനകത്ത് നിന്ന് എന്താണ് ഭക്ഷണം ഇങ്ങനെ എടുത്ത് കഴിക്കണം. അപ്പം ഞാൻ പറഞ്ഞു അയ്യോ എനിക്കപ്പോൾ ലാലേട്ടൻ പറഞ്ഞു കുഴപ്പമില്ല അനുജത്തിയാകുമ്പോൾ അങ്ങനെയൊക്കെ എടുത്ത് കഴിക്കാമെന്ന് പറഞ്ഞു. എന്തായാലും അങ്ങനെ ഒരുപാട് വലിയൊരു സിനിമയുടെ ഭാഗമാകാൻ എനിക്കന്ന് സിനിമയിലെ ബീന പിന്നെ ഞങ്ങളുടെ കൂടെ നേപ്പാളിലേക്കൊന്നും വന്നില്ല. അതിന്റെ കഥ അറിയാമായിരുന്നു. ഞാനും ചേച്ചിയൊക്കെ ഞങ്ങളൊക്കെ പാലക്കാട് കണ്ടപ്പോൾ എന്തായിരുന്നു തോന്നിയത്? അയ്യോ, അത് ഇപ്പോഴാണെങ്കിൽ കൂടെ എന്നെ സിനിമകൾ ഞാൻ അങ്ങനെ അധികം സിനിമകൾ ചെയ്തിട്ടില്ല. ഏതാണ്ട് ഒരു 10-25 ഫിലിംസൊക്കെ കൊച്ചു വേഷങ്ങളെ ചെയ്തിട്ടുള്ളൂ. പക്ഷേ എപ്പോഴും ആരും എൻ്റെ സിനിമയെക്കുറിച്ച് പറയുമ്പോൾ തീർച്ചയായിട്ടും പറയും ലാലേട്ടൻ്റെ സിസ്റ്ററായിട്ടുള്ള യോദ്ധയിലെ വേഷം ഒരുപാട് ഇഷ്ടമാണ് എന്ന്. തീർച്ചയായിട്ടും എന്നെ ഇഷ്ടപ്പെടുന്നവരൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, അന്ന് കുറച്ച് സീൻസ് ഞങ്ങൾ വേറെ പാലക്കാട് തന്നെ എന്താണ് വളയം എന്നൊരു പടവും കൂടി അന്ന് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ശരിക്കും ഓർമ്മയുണ്ട്, രാവിലെയൊക്കെ വളയത്തിൻ്റെ ഷൂട്ടിങ്ങിൻ്റെ അവിടെ ഡേ സീൻസിലായിരിക്കും, നൈറ്റാണ് ഈ പറഞ്ഞ പോലെ ഞങ്ങൾ സോങ്ങിൻ്റെ. എനിക്ക് ഓർമ്മയുണ്ട് മുരളിച്ചേട്ടൻ വളയം ഷൂട്ടിങ് കഴിഞ്ഞിട്ട് ഒരു ഷൂട്ടിങ്ങിന് വന്നപ്പോൾ പറഞ്ഞു ആ സിനിമയിലൊരു കുട്ടി അഭിനയിക്കുന്നുണ്ട്, മലയാള സിനിമയിൽ നല്ല വേഷങ്ങൾ കിട്ടിയാൽ ഷബ്നാസ്മിയെ പോലെ തിളങ്ങാൻ സാധ്യതയുള്ള ഒരു നടിയായിരിക്കും ആ കുട്ടി ബീന എന്ന് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. എനിക്ക് എന്താണ് ഒരിക്കൽ കൂടി യോദ്ധ ചെയ്യാൻ ഒരാൾ വന്നു കഴിഞ്ഞാൽ അങ്ങ് ചെയ്യോ? ചെയ്യും. ബീങ് വെരി ഫ്രാങ്ക്, അങ്ങനെ ഒരു പടം ഉണ്ടെങ്കിൽ തന്നെ വിത്ത് യു യെസ്. യോദ്ധ എന്നുള്ള സിനിമ കാണുമ്പോൾ നമുക്ക് അനുഭവിക്കുന്ന ആ ഒരു കളിച്ചിരി തമാശയൊക്കെ ആ ഒരു സെറ്റിൽ ഉണ്ടായി എന്നുള്ളത് അറിഞ്ഞിട്ടുണ്ട്. കബഡി മത്സരം, പാട്ട് മത്സരം, ചെസ്, ഇതൊക്കെ ഉണ്ടായി അതിനെപ്പറ്റി ഒന്ന് പറയോ? അല്ല, അത് ചില സീൻസ് ഒക്കെ ഞാൻ ഇപ്പോഴും ഒരു സീനുണ്ട്, ജഗതി അമ്പിളിച്ചാടിന് കുളത്തിനകത്ത് ഒരു എലിമേനെ എടുത്ത് അപ്പൊ ഇദ്ദേഹം പാടുക. അപ്പൊ ലാൽസാർ കണ്ടു കാണണം ഇവിടെ, എനിക്കറിയാം. അപ്പൊ നെക്സ്റ്റ് ഷോട്ടിൽ ലാൽസാർ സൈക്കിളിൽ പോകണം. And you won't believe it. ഇങ്ങനെ പോകുമ്പോ and I'm saying what is this, from where did this come? You see ആ ഇൻസ്റ്റൻസിൽ കൊണ്ടുവരുന്ന that is how he is very spontaneous. അപ്പോൾ അത് കാരണം all the scenes നമ്മൾ വിചാരിക്കുന്നത് വെരി സിമ്പിൾ ആയിരിക്കും എഴുതി ഇൻ ദ പേപ്പർ.